ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് ഒരു വരുമാനം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വീട്ടമ്മമാർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്റ്റിച്ചിങ്ങിലൂടെ അല്ലേ വരുമാനം ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാമല്ലോ എന്നുള്ളത്. എന്നാൽ സ്റ്റിച്ച് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ, വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും ഇനി സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാനും ഒരു വീട്ടമ്മയാണ്. 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിലൂടെ ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ. വീട്ടമ്മമാർക്ക് വലുതായിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 100 രൂപയോ 500 രൂപയോ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന വലിയൊരു കാര്യമല്ലേ. ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഞാൻ ചെറിയ രീതിയിലെങ്കിലും വരുമാനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള യൂട്യൂബാണ് കേട്ടോ. യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിന് ഞാൻ പുറത്ത് പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് പറഞ്ഞു തരുന്ന വീഡിയോസ് കണ്ടിട്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ ചെറുതായിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ റിലേറ്റീവ്സ്, അയൽവാസികൾ, പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും ഞാൻ ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടോ. അത് എൻ്റെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളവരാണ് കേട്ടോ അവർ. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമാനം കണ്ടെത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ തുടങ്ങിയിട്ടുള്ളത് നൈറ്റി ഫ്രോക്കുകളാണ്. നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു തരംഗം തന്നെയായിരുന്നല്ലോ കുറച്ച് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യം തന്നെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെയും പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഇപ്പോൾ എല്ലാം അറിയിക്കാൻ പറ്റുക. നൈറ്റി ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ തുണി എടുത്തിട്ട് എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയും, അങ്ങനെ അവരത് സെലക്ട് ചെയ്തിട്ട് അവരുടെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറയും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തുണി എടുത്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് നിന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ എളുപ്പവും ഹോൾസെയിൽ ഷോപ്പുകളുള്ളതും കോഴിക്കോടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ തുണി എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരായതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ഷോപ്പ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ചിലയിടത്തൊക്കെ 30 പീസൊക്കെ നമ്മൾ നൈറ്റി മെറ്റീരിയലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഈ 30 പീസൊന്നും എടുത്തിട്ട് നമുക്ക് ചിലവാകുമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ചില കടകളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ മിനിമം 10 പീസെങ്കിലും എടുക്കാന്നുള്ള ചില ഷോപ്പുകളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നായിട്ട് എടുക്കൽ. 10 പീസൊക്കെ എടുക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും നമുക്ക് ചിലവാകുമല്ലോ. ഇനിയിപ്പോൾ ആരും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് 10 പീസുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടോ. ഈ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വരുമാനം കണ്ടെത്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അതേപോലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനതെന്ത് ചെയ്തു, ഞാൻ സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കേട്ടോ. സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യുക പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരിക ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിലൊരു പേജ് തുടങ്ങി. അതിൽ ഞാൻ എൻ്റെ മെറ്റീരിയലുകളും ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വലിയ റീച്ചൊന്നും ഉണ്ടായില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും കുറച്ച് വൈറലായിട്ടുള്ളവർക്കൊക്കെയാണ് നടക്കുക എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. എന്നാലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെറ്റീരിയലുകളും ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും മെറ്റീരിയലുകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടി കേട്ടോ. ഫേസ്ബുക്കിൽ നിന്ന് ഒരു 100 എൻക്വയറി ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു 10 ഓർഡറൊക്കെ എന്തായാലും കിട്ടും കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും
സെയിൽ ചെയ്യുക, അതല്ല വരുമാനം കണ്ടെത്തുക എന്നുള്ളത് അത് ഈ ഫേസ്ബുക്കിലൂടെയാണ് കേട്ടോ. നമ്മൾ മെറ്റീരിയൽ എടുക്കുകയാണ്, സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ നൈറ്റി മെറ്റീരിയലും മറ്റുള്ള മെറ്റീരിയലുകളൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് ഫേസ്ബുക്കിലൂടെ അത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എനിക്ക് ഫേസ്ബുക്കിൽ വഴി കിട്ടിയിട്ട് കുറച്ച് ഓർഡേഴ്സ് കിട്ടി. അതിൻ്റെ ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു കോട്ടൻ്റെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതെനിക്ക് സക്സസ് ആയിരുന്നു കേട്ടോ, ഫസ്റ്റത്തെ ഓർഡർ തന്നെ. ഇപ്പം കുറച്ചായിട്ട് ഈ അജ്രക് മെറ്റീരിയലുകളുടെ ഒരു തരംഗം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് കുറേ ആൾക്കാർ അജ്രക് മെറ്റീരിയലുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫേസ്ബുക്ക് വഴി തന്നെ കുറേ ആൾക്കാർ അജ്രക് മെറ്റീരിയൽ, അതായത് അവർക്ക് പലതിനും ഉടുപ്പായിട്ടും ബ്ലൗസായിട്ടും അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് അവർ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അജ്രക് മെറ്റീരിയൽ മാത്രമല്ല, സാധാ നൈറ്റി മെറ്റീരിയലും കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഈ FB വഴി തന്നെ മെറ്റീരിയൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാ വീട്ടമ്മമാരായിട്ടുള്ള എങ്ങനെയെങ്കിലും വരുമാനം കണ്ടെത്തണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, ഈ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ക്യാഷ് ആവൂലേ എന്നുള്ളത്. ഈ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 10 പീസ് എന്നുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം 1500-നും 2000-നും ഇടയിലെ എമൗണ്ട് ആവുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു 1500 രൂപയെങ്കിലും മുടക്കാൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും അത് സാധിക്കും കേട്ടോ. ഈ സോഷ്യൽ മീഡിയ വഴി മെറ്റീരിയലുകളൊക്കെ സെയിൽ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്